ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡാൻസ് ക്ലാസ് അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. മിഠായി തെരുവിൽ പോകണമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. ബീച്ചിൽ പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. മിഠായി തെരുവിൽ വന്നപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറേ കറങ്ങിയതിന് ശേഷം ശരി എന്നാൽ കോഴിക്കോട് ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. കോഴിക്കോട് ബീച്ച് വന്നപ്പോൾ അതിൻ്റെ അപ്പുറമായിരുന്നു കളി. കാരണം ഫുള്ള് തിരക്കായിരുന്നു, നമുക്ക് ഒന്ന് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല, ഫുള്ള് ട്രാഫിക്കായിരുന്നു. ശരി എന്നാൽ കോഴിക്കോട് ബീച്ചിൽ വേണ്ട, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചധികം മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഈ പാർക്കും ബീച്ചും കണ്ടത്. പിന്നെ അവിടെ നിർത്തി കുറേ നേരം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു, കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഈ സ്കേറ്റിംഗ് ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് സ്കേറ്റിംഗ് കളിക്കുന്നത്. കുഞ്ഞൂസിനുണ്ട് സ്കേറ്റിംഗ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഇത് വിചാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്നേനെ. ഞാൻ പറഞ്ഞു ഇനി ഒരു ദിവസം വരുമ്പോൾ സ്കേറ്റിംഗ് ഒക്കെ എടുത്തുകൊണ്ട് വരാമെന്ന്. പിന്നെ പിള്ളേരുടെ കണ്ണിൽ പെട്ടത് ഈ സാധനങ്ങളാണ്. പിന്നെ ഇത് വാങ്ങാതെ അവർ കാറിലേക്ക് കയറൂല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ 100-150 രൂപയുടെ സാധനം രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ചു കൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു. പിന്നെ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കിയിട്ടോ, നല്ല രസമുണ്ട് കാണാൻ, ക്യൂട്ടായിട്ടില്ലേ. അത് ഇനി നേരെ പോയത് മിഠായി തെരുവിലാണെങ്കിൽ, അതും ഒത്തിരി ട്രാഫിക്കും കഴിഞ്ഞിട്ടാണ് മിഠായി തെരുവിലേക്ക് വന്നത്. അവിടെ വന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് അതും ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ കൊണ്ടോട്ടിയിൽ വന്നു. അവിടെ ബഡ്ജറ്റിൽ കയറി. പിന്നെ ഇന്നാണ് നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, പർച്ചേസിങ് ഡേ. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ച് നേരെ നമ്മൾ കട്ടൻസിലേക്കാണ് പോയത്. ആദ്യം ഞങ്ങൾ ലൈം ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്തി, നോർമൽ അൽഫാം മന്തി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. കട്ടൻസിൽ പെരിപ്പെരിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. പക്ഷേ എരിവ് കാരണം ഞാനത് പറഞ്ഞു ഇത്തവണ വേണ്ട, നമുക്ക് നോർമൽ അൽഫാം വാങ്ങാമെന്ന് പറഞ്ഞു. അതും വയറ് നിറയെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത്.